അയർലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിപ്പ് നടത്തിയാൽ ഒടുവിൽ പോലീസിൽ കീഴടങ്ങി. കൊടുങ്ങല്ലൂർ സ്വദേശി സൂരജ് മുരളീധരനാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുൻപാകെ കീഴടങ്ങിയത്. അയർലൻഡിൽ നഴ്സിംഗ്, ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസകൾ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. വിസ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് 300ഓളം പേരിൽ നിന്ന് 6.5 കോടിയോളം രൂപ സമാഹരിച്ചിരുന്നതായി സൂരജ് മുരളീധരൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ടാണ് സൂരജ് കീഴടങ്ങിയത്. ഇതിന് പിന്നാലെ തട്ടിപ്പിനിരയായവർ പോലീസിൽ പരാതി നൽകി. സൂരജ് എന്ന് പറഞ്ഞ വ്യക്തി വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത ഒരു സംഭവമാണത്. ആളിത് ഈ ഏജന്റുമാരെ സമീപിച്ച് ഏജന്റുമാരുടെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സിനെ വാങ്ങി നമ്മളൊക്കെ സമീപിച്ച് അവർ ഈ പൈസ വാങ്ങിക്കണുണ്ടായത്. പല സ്ഥലത്തു നിന്നും, അത് ഡൽഹിയിലുള്ള ക്ലിൻറ്റ്, ചങ്ങനാശ്ശേരിയിലുള്ള ഹനീഫ, പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഉൾപ്പെട്ട് 2 ലക്ഷം മുതൽ 2.5 ലക്ഷം 8 ലക്ഷം വരെ ഫസ്റ്റ് ബാച്ചുകാർ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ബാച്ചുകാർ ഇവിടെ വന്നിട്ട് അവർക്ക് ഫേക്കായിട്ട് വർക്ക് ഐ ഡിയും വർക്ക് പെർമിറ്റ് ഉണ്ടാക്കി കൊടുത്ത് അവരെ ബാൻ കിട്ടിയതിന് ശേഷമാണ് നമുക്കത് അറിയാൻ പറ്റിയത് ഈ സംഭവം ഏകദേശം ഫേക്കായിരുന്നുള്ളത്. കഴിഞ്ഞ വർഷം മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായി ഓരോരുത്തരിൽ നിന്നും 2 മുതൽ 2.5 ലക്ഷം വരെ സൂരജ് വാങ്ങിയെന്ന് പരാതിയിൽ പറയുന്നു. പണം തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പരാതിയിൽ പറയുന്നുണ്ട്. അതേസമയം കീഴടങ്ങുന്നതിന് മുൻപ് ചിത്രീകരിച്ച് പുറത്തുവിട്ട വീഡിയോയിൽ വിസ തട്ടിപ്പിൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് സൂരജ് മുരളീധരൻ പറഞ്ഞത്. എൻ്റെ നിർദ്ദേശപ്രകാരമാണ് കാൻഡിഡേറ്റുകളെ ക്യാൻവാസ് ചെയ്യുകയും എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അടിയിപ്പിക്കുകയും ചെയ്തത്. 6.5 കോടി രൂപയോളം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കൈപ്പറ്റിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അത് മാത്രമല്ലാതെ ഈ കാൻഡിഡേറ്റുകളുടെ വന്ന വർക്ക് പെർമിറ്റ് ലെറ്റർ വ്യാജമാണെന്ന് പറഞ്ഞ് എംബസിയിൽ നിന്നൊരു ലെറ്റർ വരികയും 110ഓളം കാൻഡിഡേറ്റുകൾക്ക് ബാൻ അടിച്ചു തരികയും ചെയ്തു. 5 വർഷത്തേക്ക് അവർക്ക് ഇനി അയർലൻഡ് പോകാൻ സാധിക്കില്ല. ഇതിനെല്ലാം ഫുൾ റെസ്പോൺസിബിൾ ഞാൻ മാത്രമാണ്. കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലയിൽ നിന്നുള്ളവരാണ് തൃപ്പൂണിത്തുറ പോലീസിൽ പരാതി നൽകിയത്. സൂരജ് ഉൾപ്പെടെ 7ഓളം പേർ തട്ടിപ്പിന് പിന്നിലുണ്ടെന്നും പരാതിയിൽ പറയുന്നു.